മെക്സിക്കോയിൽ കുപ്രസിദ്ധ മയക്കുമരുന്ന് തലവൻ നെമേസിയോ ഒസേഗുവേരയുടെ കൊലപാതകത്തിൽ വാഷിംഗ്ടണിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഊഹാപോഹങ്ങൾക്ക് തുടക്കമിട്ടു. നമ്മൾ വളരെയധികം വിജയിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിഗൂഢ സന്ദേശം ട്രംപ് പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇക്കാര്യം പറഞ്ഞത്. ജാലിസ്കോ സംസ്ഥാനത്തെ പസഫിക് തീരദേശ പട്ടണമായ ടപാൽപയിൽ മെക്സിക്കൻ പ്രത്യേക സേനയുടെ ഓപ്പറേഷനിൽ പരിക്കേറ്റതിനെ തുടർന്ന് ശക്തനായ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന്റെ പിടികിട്ടാത്ത നേതാവായ 60-കാരനായ ഒസേഗുവേര മരിച്ചുവെന്ന് മെക്സിക്കോയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മൃതദേഹം മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോയി. നാഷണൽ ഗാർഡ് സൈനികരുടെ അകമ്പടിയോടെ കർശന സുരക്ഷയിൽ ഒരു വാഹന വ്യൂഹത്തിൽ കൊണ്ടുപോയി. എന്നിരുന്നാലും ഒരു വിശദീകരണത്തിൽ വാഷിംഗ്ടണിലെ മെക്സിക്കോ എംബസി ആരോപണങ്ങൾ തെറ്റാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പിന്നോട്ടു മാറി. മെക്സിക്കൻ പ്രത്യേക സേനയാണ് ടപാൽപ റെയ്ഡ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും നിലവിലുള്ള ഉഭയകക്ഷി സഹകരണ ചട്ടക്കൂടുകൾക്ക് കീഴിൽ US ഏജൻസികൾ പൂരക ഇന്റലിജൻസ് മാത്രമേ നൽകുന്നുവെന്നും അതിൽ പറയുന്നു. ഉന്നത കാർട്ടർ നേതാവിന്റെ മരണശേഷം സുരക്ഷാസ്ഥിതി സുസ്ഥിരമാക്കുന്നതിനായി മെക്സിക്കൻ നാഷണൽ ഗാർഡും സൈനിക യൂണിറ്റുകളും ജാലിസ്കോയിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും വിന്യസിച്ചിട്ടുണ്ട്. US ഇന്റലിജൻസ് പിന്തുണ നൽകിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് എംബസിയുടെ പ്രസ്താവന വന്നത്. ട്രംപ് ഭരണകൂടം ഈ പ്രവർത്തനം വിജയകരമായി നടപ്പിലാക്കിയതിനും സഹകരണത്തിനും മെക്സിക്കൻ സൈന്യത്തെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നുവെന്ന് ലീവിറ്റ് കൂട്ടിച്ചേർത്തു. അതിർത്തിയിലൂടെ ഫെന്റനൈൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും കടത്തുന്നതിനും കുറ്റക്കാരായ മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ നടപടികൾ ശക്തമാക്കാൻ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോമിന് മേൽ അമേരിക്കയുടെ നിരന്തരമായ സമ്മർദ്ദം നേരിടുന്നതിനിടെയാണ് കൊലപാതകം. സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരായ ഒരു നാഴികക്കല്ലായ ആക്രമണമായി ട്രംപ് ഭരണകൂടം ഈ ഓപ്പറേഷനെ പ്രശംസിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ദൈനംദിന ജീവിതം സാധാരണ നിലയിലാണെന്ന് അധികൃതർ അറിയിച്ചു. എൽ മെൻചോയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ കാർട്ടർ തോക്കുധാരികൾ വാഹനങ്ങൾ കത്തിക്കുകയും ഹൈവേകൾ തടയുകയും കുറഞ്ഞത് 6 സംസ്ഥാനങ്ങളിലുടനീളമുള്ള ബസ്സുകൾക്ക് തീയിടുകയും ചെയ്തു. ഇത് ഗതാഗത ഇടനാഴികളെ താൽക്കാലികമായി സ്തംഭിപ്പിച്ചു. സിവിലിയൻ മരണങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പ്യൂർട്ടോ വലാർട്ടയിലെ റിസോർട്ട് കേന്ദ്രത്തിൽ തീരപ്രദേശത്ത് പുകപടലങ്ങൾ ഉയർന്നു വന്നപ്പോൾ വിനോദസഞ്ചാരികൾ യുദ്ധമേഖല പോലെയുള്ള കാഴ്ചകൾ വിവരിച്ചു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് എയർ കാനഡ, യുണൈറ്റഡ് എയർലൈൻസ്, എയ്റോ മെക്സിക്കോ, അമേരിക്കൻ എയർലൈൻസ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിമാന കമ്പനികൾ പ്രദേശത്തേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മയക്കുമരുന്ന്, പ്രത്യേകിച്ച് ഫെന്റനൈൽ US-ലേക്ക് കടത്തുന്ന അന്തർദേശീയ മയക്കുമരുന്ന് ഗ്രൂപ്പുകൾക്കെതിരെ മെക്സിക്കോ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നാണ് ഞായറാഴ്ചത്തെ റെയ്ഡ്. സമീപ വർഷങ്ങളിൽ മെക്സിക്കൻ അധികാരികൾ എതിരാളികളായ സിനാലോവ കാർട്ടലിന്റെ നേതാക്കളെ പിടികൂടി. ജോവാക്കുൻ, എൽ ചാപ്പോ ഗുസ്മാൻ, ഇസ്മായേൽ എൽ മായോ സാമ്പഡ എന്നിവരുൾപ്പെടെ ഇപ്പോൾ US നീതിന്യായ വ്യവസ്ഥയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം എൽ മെൻചോ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മെക്സിക്കോയിൽ പടരുന്ന കലാപ സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മെക്സിക്കോയിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.